നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാബ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവർക്കുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. PSCയുടെ പ്രീവിയസ് ചോദ്യ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ലാബ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ നിങ്ങൾ SCRT ചാപ്റ്റർ ഒക്കെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OA ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റ് രണ്ട് ചോദ്യങ്ങളൊന്ന് നോക്കുകയാണ്. തരംഗദൈർഘ്യം കുറഞ്ഞ പ്രകാശം ഏതിനാണ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. തരംഗദൈർഘ്യം കുറഞ്ഞ പ്രകാശം ഏതിനാണെന്ന് ചോദിച്ചിട്ട്. ഓക്കെ, ഇത് SCRT ചാപ്റ്റർ ആണ്. ഫിസിക്സിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ pH വാല്യൂ, ആസിഡിന്റെ pH വാല്യൂന്റെ റേഞ്ച് ചോദിച്ചിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതും SCRT ടെക്സ്റ്റ് ബുക്കിൽ കെമിസ്ട്രിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ഇത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത് ഞാൻ പറയാം. ഈ തരംഗദൈർഘ്യം കുറഞ്ഞ പ്രകാശം എന്ന് പറഞ്ഞിട്ട് ഈ പ്രകാശത്തിന്റെ ഡിഫറെന്റ് വേവ് ലെങ്ത്തിലുള്ള കളേഴ്സിന്റെ വേവ് ലെങ്ത്, തരംഗദൈർഘ്യത്തിനെ പറ്റിയിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. 10ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ പാഠം 6 കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന് പറഞ്ഞിട്ട്. അതുപോലെ pH വാല്യൂവിലെല്ലാം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ചാപ്റ്റർ ആണ് 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആസിഡ് ബേസ് ലവണങ്ങൾ എന്ന് പറഞ്ഞിട്ട് കെമിസ്ട്രി ഭാഗത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കി പോകാം. ഈ സെയിം ഏരിയ കണക്ട് ചെയ്തുകൊണ്ട് ഇനിയും അവിടുന്ന് ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് അത് മിസ്സാവാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയാം. pH വാല്യൂ, ആസിഡിന്റെ റേഞ്ച്, ആസിഡിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് റേഞ്ച് വരുന്നത്? pH വാല്യൂ 7 താഴെയാണ് ആസിഡുകൾക്കൊക്കെ, 7 താഴെയാണ് ആസിഡിന്. ഓക്കെ, അത് 7 മുകളിലാണെങ്കിൽ ബേസ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി. മാറി പോകുന്നവർക്ക് ആദ്യം A പിന്നെ B ആണല്ലോ, നടുക്ക് 7. 7ന്റെ മുകളിലോട്ടുള്ളത് ആസിഡും 7ന്റെ താഴെട്ടുള്ളത് ബേസും. അപ്പൊ ഇനി മറക്കണ്ട, കൺഫ്യൂഷൻ ആവണ്ട. ആസിഡുകളുടെ pH വാല്യൂ എന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണ്. 0 തൊട്ട് 7 വരെ. A ആണല്ലോ ആദ്യം. അപ്പൊ ആദ്യം വരുന്നത് 0 to 7 ആസിഡ്സിന്റെയും പിന്നെ 7ന്റെ മുകളിലോട്ടാണ് ബേസിന്റെയും വരുന്നത്. ഓക്കെ, ഈ pH സ്കെയില് നിർണയിച്ചത് സൊറൻസൺ എന്ന് പറയുന്ന ആളാണ്. pH സ്കെയില് ആരുടെയാണ്? സൊറൻസന്റെ ആണ് pH സ്കെയിൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് ഇൻഫർമേഷൻ കൂടി തരാം. ഇപ്പോൾ നോർമൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിന്റെ pH വാല്യൂ എന്ന് പറഞ്ഞത് 6.5 to 7.2 റേഞ്ചിലാണ്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH വാല്യൂ എത്രയായിരിക്കണം എന്ന് ചോദിച്ചാൽ 6.5നും 7.2നും, അതായത് 7 ബേസ് എങ്കിൽ 6.5നും 7.2നും ഈ ഒരു റേഞ്ചിലായിരിക്കണം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിന്റെ pH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഉരുളക്കിഴങ്ങ് കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു pH വാല്യൂ നിയർലി 5 ആണ്. പൊട്ടറ്റോ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള pH വാല്യൂ നിയർലി 5 ആണ്. അപ്പോൾ പൊട്ടറ്റോന്റെ ഓർത്താൽ മതി, പൊട്ടറ്റോന്റെ 5 ആണ്, നിയർലി 5 ആണ്. ഓക്കെ, പൊട്ടറ്റോന് അനുയോജ്യമായിട്ടുള്ളത്. ക്യാരറ്റ്, ക്യാബേജ്, ഓക്കെ, ഇതിൻ്റെയൊക്കെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിന്റെ pH വാല്യൂ 7 to 8 റേഞ്ചിലാണ്, 7-8 റേഞ്ചിലാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ വരുന്നത്. ഇതൊക്കെ മണ്ണിന്റെ അടിയിലാണ് ഈ പറഞ്ഞ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ഉള്ളത്. അപ്പോൾ പൊട്ടറ്റോയുടെ pH വാല്യൂ എന്ന് പറഞ്ഞത് 5 ആണ്. നോർമലി കൃഷിക്ക് ഒരു 6.5 തൊട്ട് 7.2 വരെയാണ്. എന്നാൽ അതിലും താഴെ 5 ആണ് പൊട്ടറ്റോന്റെ വരുന്നത്. എന്നാൽ ഈ 7 തൊട്ട് 8 വരെ റേഞ്ചിലാണ് ക്യാരറ്റിനും ക്യാബേജിനും ഒക്കെ ആവശ്യമായിട്ടുള്ള മണ്ണിന്റെ ഒരു pH വരുന്നത്. ഓക്കെ, ഇനി വിനാഗിരിയുടെ pH, വിനാഗിരി എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡ് ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് 7 താഴെ ആയിരിക്കണം. എത്രയാണ്? 4.2 ആണ് വിനാഗിരിയുടെ pH വാല്യൂ, 4.2 ആണ്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ബേസ് ആണ് ചുണ്ണാമ്പ് വെള്ളം എന്ന് പറഞ്ഞത്. ചുണ്ണാമ്പ് വെള്ളം അപ്പോൾ ബേസ് ആയതുകൊണ്ട് 7 മുകളിലായിരിക്കും എത്ര വരുന്നുണ്ടത്? 10.5 ആണ്. ഓക്കെ, അപ്പോൾ നല്ല ഡിഫറൻസ്. 7ന്ന് കുറച്ച് അങ്ങോട്ട് മാറി 7 ഒരു 3 കുറഞ്ഞു വന്നിട്ട് 4 റേഞ്ചിൽ വരുന്നതാണ് നമ്മുടെ വിനാഗിരി 4.2. അതുപോലെ 7യുടെ ഒരു +3 കൂട്ടിയാൽ 10ന് മേളിൽ 10.5 റേഞ്ചിൽ വരുന്ന ഒരു ബേസ് ആണ് ചുണ്ണാമ്പ് വെള്ളം. ഓക്കെ, പിന്നെ നമ്മുടെ രക്തത്തിന്റെ pH എന്ന് പറയുന്നത് 7.4 ആണ്. വെള്ളത്തിന്റെ pH 7 ആണ്. വാട്ടർ ന്യൂട്രൽ ആണ്, ആസിഡ് വല്ല ബേസും അല്ലാത്ത ന്യൂട്രൽ വാല്യൂ ആണ് 7.4 ആണ് ബ്ലഡ്. അപ്പോൾ ബ്ലഡ് ആസിഡ് അല്ല, അതിന് ബേസിക് ഗുണമാണ്, അത് 7.4 ആണ്. പിന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഒക്കെ എന്താണ്? ആസിഡ് അല്ല, അത് ബേസ് ആണ് അല്ലെ, അത് 8.7 ആണ്. ടൂത്ത് പേസ്റ്റിന്റെ pH 8.7 ആണ്. പിന്നെ പാലിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബേസ് അല്ല, ആസിഡ് ആണ് വരുന്നത്, 6.4 ആണ്. അപ്പോൾ 7ന് അടുത്തുള്ള ഏതൊക്കെയാണ്? 7ന് തൊട്ടടുത്തായിട്ട് വരുന്നത് വാട്ടർ 7 ആണ്. 7ന്റെ കൂടെ ഒരു 0.4 ആഡ് ചെയ്താൽ നമ്മുടെ ബ്ലഡ് ആണ്. പുറകിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു 6.4, 7 തൊട്ട് പുറകിൽ വരുന്നത് ഏതാണ്? ഇത് മിൽക്കിന്റെ ആണ്. അപ്പോൾ പാല് 6.4, വെള്ളം 7, 7.4 ബ്ലഡ് ആണ്. പിന്നെ എക്സ്ട്രീമിൽ ഒരു 3 കുറവ് പുറകിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസറ്റിക് ആസിഡ് വിനാഗിരിയാണ്. 7ന്ന് 3 പോയിട്ടുണ്ടെങ്കിൽ 4.2 വിനാഗിരി, 3 പ്ലസ് വരുന്നത് 10.5 വരുന്നത് ചുണ്ണാമ്പ് വെള്ളം. ഓക്കെ, ക്യാരറ്റ്, ക്യാബേജ് വരുന്നത്
പൊട്ടറ്റോ നിയർ 5 ആണ്, ക്യാരറ്റ് ക്യാബേജ് 7 to 8 റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ ടൂത്ത് പേസ്റ്റിൻ്റെതാണ് 8.7 വരുന്നത്, 8.7. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ pH വാല്യൂവിനെ പറ്റിയിട്ട് ഈ ഭാഗത്തെ കേന്ദ്രീകരിച്ച് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യണം. pH സ്കെയിൽ ആരുടേതാണ്? സൊറൻസൻ്റെയാണ്. pH 0 to 7 ആസിഡും 7 എബോവ് വരുന്നത് ബേസുമാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം. തരംഗദൈർഘ്യം കുറഞ്ഞ പ്രകാശം ഏത്? 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചാപ്റ്റർ ഏതെന്ന് ഞാൻ പറഞ്ഞു. 10ാം ക്ലാസ്സിലെ പാഠം 6 കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്നുള്ള ചാപ്റ്ററിനാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഈ ചാപ്റ്ററിലെ ബാക്കി പോയിന്റ്സ് നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ ആദ്യം പറയുന്നത് നിയർ പോയിന്റിനെ പറ്റിയിട്ടാണ്. എന്താണ് നിയർ പോയിന്റ്? ഒരു വസ്തുവിനെ ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്ത ബിന്ദുവിനെയാണ്, ഏറ്റവും അടുത്ത പോയിന്റാണ് നിയർ പോയിന്റ്. ഒരു വസ്തുവിനെ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട്, ഇപ്പം നമ്മൾ ഇത്ര അടുത്ത് വെച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു വസ്തുവിനെ ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നിയർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന് നേരെ തിരിച്ചാണ് ഫാർ പോയിന്റ്. എന്താ ഫാർ പോയിന്റ്? ഒരു വസ്തുവിനെ ഏറ്റവും കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള പോയിന്റാണ് ഫാർ പോയിന്റ്. അപ്പോൾ ഒരു വസ്തുവിനെ ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള പോയിന്റിനെ നിയർ പോയിന്റ് എന്ന് വിളിക്കും. ഒരു വസ്തുവിനെ ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള പോയിന്റിനെ എന്ത് വിളിക്കും? ഫാർ പോയിന്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ആരോഗ്യമുള്ള ഒരാളുടെ കണ്ണിന് ഒരു വസ്തുവിനെ ഏറ്റവും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ആരോഗ്യമുള്ള ഒരാളുടെ കണ്ണിന് ഒരു വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് എത്ര സെന്റിമീറ്റർ ആണ്? 25 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നിയർ പോയിന്റ് ഫാർ പോയിന്റ് ക്ലിയർ ആയാലും ഒരു വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്ത പോയിന്റ് നിയർ പോയിന്റും ഏറ്റവും അകലെയുള്ളത് ഫാർ പോയിന്റും ആരോഗ്യമുള്ള ഒരാളുടെ ഏറ്റവും കൃത്യമായിട്ടൊരു വസ്തുവിനെ കാണാൻ കഴിയുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 25 സെന്റിമീറ്റർ ആണ്. നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏതാണ്? കോൺവെക്സ് ആണോ കോൺകേവ് ആണോ? കണ്ണിലുള്ള ലെൻസ് കോൺവെക്സ് ആണ്. അപ്പോൾ ഓർത്താൽ മതി. കോൺകേവ് എന്ന് പറയുമ്പോൾ കേവ് കുഴിയാണല്ലോ, നമ്മുടെ കണ്ണ് കുഴിഞ്ഞിരിക്കുക കൊള്ളത്തില്ല അല്ലേ? ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ അത്ഭുതം കൊണ്ട് കണ്ണ് തള്ളിപ്പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ കണ്ണിൻ്റെ തള്ളിയിരിക്കുന്ന ലെൻസാന്ന് ഓർത്താൽ മതി. കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിൻ്റെ, കോൺകേവ് അല്ല. ഓക്കെ, ഇനി നമ്മുടെ കണ്ണിന്റെ സമഞ്ജനക്ഷമത എന്താണ്? പവർ ഓഫ് അക്കോമഡേഷൻ അഥവാ സമഞ്ജനക്ഷമത എന്താണെന്ന് ഇതിൽ പറയുന്നുണ്ട്. എന്താണ് സമഞ്ജനക്ഷമത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഏത് വസ്തുവിനാണെങ്കിലും അടുത്താണെങ്കിലും അകലെയാണെങ്കിലും ഒക്കെ നമ്മുടെ വസ്തുക്കളൊക്കെ നല്ല കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മുടെ കണ്ണിന്റെ ഒരു കഴിവാണ്. അതായത് നമ്മുടെ കണ്ണിന് നമ്മുടെ കണ്ണിന്റെ അകത്തുള്ള ലെൻസിന്റെ വക്രതയെ ക്രമീകരിച്ചുകൊണ്ട് ഈ വസ്തുവിലേക്കുള്ള ഒരു ഫോക്കൽ ഡിസ്റ്റൻസ്, ഫോക്കൽ ദൂരം കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ വസ്തുവിനെ നമ്മുടെ റെറ്റിനയിൽ കൃത്യമായിട്ട് പതിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കണ്ണിന്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ അഥവാ സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് ഏത് വസ്തുവിനെ ആണെങ്കിലും ആ വസ്തുവിനെ കാണാൻ വേണ്ടി നമ്മുടെ ലെൻസിന്റെ വക്രത അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കൽ ദൂരം ക്രമീകരിച്ച് കൃത്യമായിട്ട് ആ വസ്തുവിന്റെ ഇമേജിനെ നമ്മുടെ റെറ്റിനയിൽ പതിപ്പിക്കുന്നത് കൊണ്ടിട്ടാണ് കണ്ണിനെ എല്ലാത്തിനും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. കണ്ണിന്റെ ഈ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ അഥവാ സമഞ്ജനക്ഷമത എന്ന് പറഞ്ഞത്. ചില ആളുകളിലൊക്കെ ഈ സമഞ്ജനക്ഷമത കുറവായിരിക്കും. അതായത് അവരുടെ കണ്ണിലെ സീലിയറി പേശികളുടെ ക്ഷമത കുറയും. അങ്ങനെ ക്ഷമത കുറയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഈ വസ്തുക്കളുടെ ഇമേജ് ഒന്നും റെറ്റിനയിൽ പതിപ്പിക്കാൻ പറ്റാതെ വന്നിട്ട് അവർക്ക് വസ്തുക്കളെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ വരും. ഓക്കെ, അപ്പോൾ അവർക്ക് അവരുടെ ഈ ഫോക്കൽ ഡിസ്റ്റൻസ്, അവരുടെ ഈ ഒരു നമ്മുടെ 25 സെന്റിമീറ്റർ എന്നുള്ള ഈ ഒരു ദൂരം ഉണ്ടല്ലോ, വസ്തു കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന ആ ഒരു ഡിസ്റ്റൻസ്, ആ 25 സെന്റിമീറ്റർ എന്ന് പറയുന്നതിൻ്റെ ഒക്കെ ഒത്തിരി മേലായിരിക്കും അവരുടെ നിയർ പോയിന്റ്. അവർക്ക് 25 സെന്റിമീറ്റർ ഒന്നും കാണാൻ പറ്റില്ല, അതിനേക്കാൾ കൂടുതലായിരിക്കും നിയർ പോയിന്റ്. അവർ ഇങ്ങനെയൊക്കെ നോക്കില്ല, അടുത്തൊന്നും കാണാൻ പറ്റില്ല. 25 സെന്റിമീറ്റർ എബോവ് ആയിരിക്കും അവരുടെ നിയർ പോയിന്റ്. അതായത് സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നത് കൊണ്ട് വസ്തുക്കളെ കൃത്യമായിട്ട് റെറ്റിനയിൽ പതിപ്പിക്കാൻ കഴിയാതെ വരുന്ന ആ ഒരു അവസ്ഥ, അതായത് പവർ ഓഫ് അക്കോമഡേഷൻ കുറയുന്ന ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് വെള്ളെഴുത്ത്. എന്താണ്? വെള്ളെഴുത്ത്, പ്രസ്ബയോപ്പിയ എന്ന് പറയും. ഈ വെള്ളെഴുത്തുള്ളവര് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യണം. വെള്ളെഴുത്തുള്ളവർ ഏത് ലെൻസ് യൂസ് ചെയ്യണം? കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യണം. കണ്ണിന്റെ അതേ ലെൻസ് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി കണ്ണിനുള്ള 2 വൈകല്യമാണ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും, ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും. എന്താ ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ? ലോങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം, ഷോർട്ട് ആയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. അതായത് നമ്മുടെ അടുത്തുള്ളതിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഈ ഒരു 25 സെന്റിമീറ്റർ അല്ല അവരുടെ നിയർ പോയിന്റ്. അതുകൊണ്ടാണ് അവരുടെ നിയർ പോയിന്റ് 25നും അപ്പുറത്താണ്. അപ്പോൾ 25നുള്ളതൊന്നും കാണാൻ പറ്റില്ല ലോങ് സൈറ്റ് ഉള്ളവർക്ക്. 25നും അപ്പുറത്തായിരിക്കും അവരുടെ നിയർ പോയിന്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അവരൊരു വസ്തുവിനെ കാണുമ്പോൾ ശരിക്കും ആ വസ്തുവിന്റെ ഇമേജ് അവരുടെ റെറ്റിനയുടെ പുറകിലാണ് പതിക്കുന്നത്. ലോങ് സൈറ്റ് ഉള്ളവർക്ക് ലോങ് സൈറ്റിലാണ് അവർക്ക് കാണാൻ പറ്റുള്ളൂ. അവർ അടുത്തൊരു വസ്തുവിനെ കാണുമ്പോൾ ആ ഇമേജ് റെറ്റിനയുടെ പുറകിൽ പോയിട്ടാണ് പതിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അടുത്തുള്ള വസ്തുവിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ ദൂരെയുള്ളതിനെ കൃത്യമായിട്ട് കാണാനും പറ്റും. അപ്പോൾ ആ ലോങ് സൈറ്റിന് പറയുന്ന പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ. എന്താണ്? ഹൈപ്പർ മെട്രോപ്പിയ. ലോങ് സൈറ്റ് ഉള്ളവരുടെ ഇമേജ് റെറ്റിനയുടെ പുറകിലാണ് പതിക്കുക. നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ ഒക്കെ ദൂരത്തായിരിക്കും. അപ്പോൾ അവർ ഏത് ലെൻസ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ലോങ് സൈറ്റ് ഉള്ളവർ യൂസ് ചെയ്യേണ്ട ലെൻസ് കോൺവെക്സ് ലെൻസ് തന്നെയാണ്.
വെള്ളത്തുള്ളവർ യൂസ് ചെയ്യുന്ന അതേ ലെൻസാണ് കോൺവെക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഷോർട്ട് സൈറ്റ്. ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അടുത്തുള്ളതിന് ഇത്ര അടുത്തൊക്കെ പിടിച്ച് നന്നായിട്ട് കാണാം, പക്ഷെ അകലെയുള്ളതിനെ കാണാൻ പറ്റില്ല. അതെന്താ കാര്യം, അവരുടെ ഫാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ 25-നൊക്കെ അപ്പുറത്താണ്, ഇൻഫിനിറ്റിയിലാണ് ഫാർ പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ ഒരു ദൂരെയുള്ളതിനൊന്നും കാണാൻ പറ്റില്ല. ദൂരെയുള്ള വസ്തുക്കളുടെ ഇമേജ് ഒക്കെ വന്നിട്ട് റെറ്റിനയുടെ മുമ്പിലാണ് പതിക്കുന്നത്, ഇവിടെ എത്തില്ല, റെറ്റിനയുടെ മുമ്പിലായിരിക്കും പതിക്കുക. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മയോപ്പിയ എന്ന് പറഞ്ഞാൽ, ലോങ് സൈറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അവരുടെ ഫാർ പോയിന്റ് 25-നും അപ്പുറത്ത് ഇൻഫിനിറ്റിയിലാണ്, ഇമേജ് റെറ്റിനയുടെ മുമ്പിലാണ് പതിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഏത് ലെൻസ് യൂസ് ചെയ്യണം, വെള്ളെഴുത്തിനും ലോങ് സൈറ്റിനും യൂസ് ചെയ്തത് കോൺവെക്സ് ലെൻസ് ആണ്, ഇവിടെ ഷോർട്ട് സൈറ്റിന് യൂസ് ചെയ്തത് കോൺകേവ് ലെൻസ് ആണ്. ക്ലിയർ ആയിട്ട് അപ്പോൾ 3 കാര്യം പറഞ്ഞ്, ഒന്ന് ലോങ് സൈറ്റ്, ഒന്ന് ഷോർട്ട് സൈറ്റ്, ഒന്ന് നമ്മുടെ വെള്ളെഴുത്താണ്. ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ദൂരെയുള്ളതിനെ കാണാം, അടുത്തുള്ളതിനെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റില്ല, കാരണം എന്താണ്, അവരുടെ ആ ഒരു നിയർ പോയിന്റ് 25-നൊക്കെ അപ്പുറത്താണ് റെറ്റിനയുടെ പിന്നിൽ പോയിട്ട് ഇമേജ് പതിക്കുക. അപ്പോൾ അവർ യൂസ് ചെയ്യേണ്ടത് ഏതാണ്, ലോങ് സൈറ്റിന് കോൺവെക്സ് ലെൻസ് ആണ്. ഷോർട്ട് സൈറ്റ് അഥവാ മയോപ്പിയ എന്ന് പറയുമ്പോൾ അടുത്തുള്ളതിനെ കാണാം, അകലുള്ളതിനെ കാണാൻ പറ്റില്ല. കാരണം അവരുടെ ഫാർ പോയിന്റ് എവിടെയാണ്, ഫാർ പോയിന്റ് 25-ന് അപ്പുറത്ത് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ അവർക്ക് ഇമേജ് റെറ്റിനയുടെ മുന്നിലാണ് വരുന്നത്. അവർ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാ, കോൺവെക്സ്. വെള്ളത്തുള്ളവർക്കാണെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ കുറയുന്നതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്, അവർ യൂസ് ചെയ്തത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, നേത്രദാന ശസ്ത്രക്രിയയിൽ, ഐ ഡൊണേഷൻ ശസ്ത്രക്രിയയൊക്കെ മാറ്റിവെക്കുന്ന കണ്ണിന്റെ കോർണി എന്ന് പറഞ്ഞ ഭാഗമാണ് കേട്ടോ. ഏതാണ്, കോർണിയാണ് മാറ്റിവെക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്ത് മഴവില്ലിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഈ ചാപ്റ്ററിൽ. മഴവില്ലിൽ നമുക്കറിയാം 7 കളേഴ്സ് ഉണ്ട്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. നമ്മൾ ആദ്യം പറയുന്നത് വയലറ്റ് ആണെങ്കിലും മഴവില്ലിന്റെ ഔട്ടർ കളർ എന്ന് പറഞ്ഞത് ഏതാണ്, പുറമേ ഉള്ളത് റെഡ് ആണ്, വയലറ്റ് അകത്താണ്. മഴവില്ലിന്റെ പിക്ചർ നോക്കിയാൽ മതി. ഓക്കെ, മഴവില്ലിന്റെ ഔട്ടർ കളർ റെഡും അകത്തുള്ളത് വയലറ്റും ആണ്. ഈ മഴവില്ല് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, പ്രകാശത്തിന്റെ പ്രകീർണനം കൊണ്ടാണ്. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്നതിനെയാണ് എന്ത് പറയാ, പ്രകീർണനം എന്ന് പറഞ്ഞത്. ആ പ്രകീർണനം കൊണ്ടിട്ടാണ് മഴവില്ലിന് ആ മഴവില്ല് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ മഴവില്ലിന്റെ കാര്യം പറയുമ്പോൾ ഈ ഓരോ കളേഴ്സിന്റെയും വേവ് ലെങ്ത് ക്ലിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡിൽ ഏറ്റവും വേവ് ലെങ്ത് കൂടിയത് റെഡിനാണ്. വേവ് ലെങ്ത് ഇങ്ങനെ ചെറുതെന്ന് വലുതിലോട്ടാ പോണേ. അപ്പൊ വേവ് ലെങ്ത് കൂടുതൽ റെഡിനാണ്, വേവ് ലെങ്ത് കുറവ് വയലറ്റിനാണ്. വേവ് ലെങ്ത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രീക്വൻസി കൂടുതൽ വയലറ്റിനും ഫ്രീക്വൻസി കുറവ് റെഡിനുമാണ്. ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പിച്ചാൽ മതി, വേവ് ലെങ്ത് മാത്രം പഠിച്ചു വയ്ക്കുക. നേരെ ഓപ്പോസിറ്റ് ഫ്രീക്വൻസി. വേവ് ലെങ്ത് കൂടിയത് റെഡിനാണ്, കുറഞ്ഞത് വയലറ്റിനാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ വേവ് ലെങ്ത്തിന്റെ റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. വയലറ്റിന് 400 തൊട്ട് 440 നാനോമീറ്റർ ആണ് വേവ് ലെങ്ത് വരുന്നത്, 400-440. ഇൻഡിഗോ ആകുമ്പോൾ 440-460 ആണ്. ബ്ലൂ ആകുമ്പോഴേക്കും 460-500 ആ റേഞ്ചിലാണ് വരുന്നത്, 460-500 ആണ്. ഗ്രീൻ ആകുമ്പോൾ 500 സ്റ്റാർട്ട് ചെയ്തിട്ട് 500-570 ആണ് ഗ്രീനിന്റെ വേവ് ലെങ്ത് വരുന്നത്. പിന്നെ യെല്ലോ വരുമ്പോൾ 570-590 റേഞ്ചാണ്. പിന്നെ ഓറഞ്ച് വരുമ്പോൾ 590-620 ആൻഡ് റെഡ് 620-700 ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏറ്റവും വേവ് ലെങ്ത് കുറവ് ഇതിൽ ആർക്കാണ്, ഏറ്റവും വേവ് ലെങ്ത് കുറവെന്ന് പറഞ്ഞത് വയലറ്റിനാണ്, ഏറ്റവും വേവ് ലെങ്ത് കൂടുതൽ റെഡിനാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ഏത് ചോദിച്ചാലും ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ചിൽ ഏറ്റവും വേവ് ലെങ്ത് കുറവ് ഏതാന്ന് ചോദിച്ചാൽ ഈ ഒരു ഓർഡറിൽ വരുമ്പോൾ ഏതാണ് ആദ്യം ഉള്ളത്, ബ്ലൂ അല്ലേ. അപ്പം ഈ ഓർഡറിൽ വരുമ്പോൾ ആദ്യത്തെ ഉള്ളതിനാണ് വേവ് ലെങ്ത് കുറവ് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, തരംദൈർഘ്യം കുറഞ്ഞത് ചോദിച്ചാൽ ഏറ്റവും കുറവ് വയലറ്റ്, പിന്നെ ഇൻഡിഗോ, പിന്നെ ബ്ലൂ, പിന്നെ ഗ്രീൻ, ദെൻ യെല്ലോ, ഓറഞ്ച്, റെഡിനാണ് ഏറ്റവും കൂടുതൽ. ക്ലിയർ ആയല്ലോ. മഴവില്ലിന്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ലൈനാണ് ദൃഷ്ടിരേഖ എന്ന് പറഞ്ഞത്. മഴവില്ലിന്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്ന ലൈനാണ്, മഴവില്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന ലൈനാണ് ദൃഷ്ടിരേഖ. ആ ലൈൻ വെച്ചുകൊണ്ട് ഒരു ആംഗിൾ പറയുകയാണെങ്കിൽ റെഡ് കളർ നമ്മൾ നോക്കുമ്പോൾ ആ റെഡ് കളറും ഈ ദൃഷ്ടിരേഖയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 42.7 ആണ്, 42.7 ഡിഗ്രി ആണ് നമ്മുടെ നിരീക്ഷകനും റെഡ് കളറും തമ്മിലുള്ള ഒരു ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വയലറ്റ് കളറും നിരീക്ഷകനും തമ്മിൽ, അതായത് വയലറ്റ് കളറും ദൃഷ്ടിരേഖയുമായിട്ടുണ്ടാകുന്ന ഈ മഴവില്ലിന്റെ കേന്ദ്രവും നിരീക്ഷകനും തമ്മിലുള്ള ആ കണക്ട് ചെയ്യുന്ന ഒരു ലൈനിനെ പറഞ്ഞ പേരാണ് ദൃഷ്ടിരേഖ. മഴവില്ലിന്റെ കേന്ദ്രവും നിരീക്ഷകനും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ദൃഷ്ടിരേഖ എന്ന് പറഞ്ഞത്. ഓക്കെ, ദൃഷ്ടിരേഖ. അപ്പൊ അതില് റെഡ് കളറുമായിട്ട് ഈ ദൃഷ്ടിരേഖ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണെന്ന് ചോദിച്ചാൽ 42.7 ഡിഗ്രിയാണ്. അപ്പൊ നിരീക്ഷകൻ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു നിരീക്ഷകനും മഴവില്ലിന്റെ കേന്ദ്രവുമായിട്ടുള്ള ലൈനാണ് ദൃഷ്ടിരേഖ. ആ ദൃഷ്ടിരേഖയും ആ റെഡ് കളറും തമ്മിലുള്ള കോണളവാണ് 42.7 ഡിഗ്രി. ആ ദൃഷ്ടിരേഖയും വയലറ്റ് കളറും തമ്മിലുള്ള കോണളവാണ് 40.8. അപ്പൊ കൂടുതൽ 42.7 റെഡുമായിട്ടും 40.8 വയലറ്റുമായിട്ടും. ഓക്കെ,
ഇനി 3 കളർ പ്രാഥമിക വർണ്ണങ്ങളുണ്ട്. ഏതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞത്? പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ, ഗ്രീൻ. ഇത് 3 പ്രാഥമിക വർണ്ണങ്ങളാണ്. റെഡ്, ബ്ലൂ, ഗ്രീൻ, RGB. ഇത് 3 പ്രാഥമിക വർണ്ണങ്ങളാണ്. ഈ പ്രാഥമിക വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാകും. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെ തമ്മിൽ ചേർന്നിട്ട് ഏതൊക്കെ കളേഴ്സ് ആണ് ഉണ്ടാവുന്നത്? റെഡും ഗ്രീനും ചേർന്നാൽ ഏതെങ്കിലും ഓർമ്മ നിങ്ങൾ ഉറപ്പിച്ച് പഠിക്കുക. RGY അത് ഓർത്ത് വെച്ചേക്കുക. റെഡും ഗ്രീനും ചേരുമ്പോൾ ഏതാണ്? യെല്ലോ കളറാണ് ഉണ്ടാവുന്നത്. റെഡും ഗ്രീനും യെല്ലോ കളർ ആണെങ്കിൽ റെഡും ബ്ലൂവും ചേരുമ്പോൾ ഉണ്ടാവുന്ന കളർ മജന്തയാണ്. റെഡ് ഗ്രീനുമായിട്ട് ചേർന്നിട്ട് യെല്ലോ കളർ, റെഡ് ബ്ലൂ ആയിട്ട് ചേരുമ്പോൾ ഉണ്ടാവുന്നത് മജന്ത കളറാണ്. ഇനി ബ്ലൂവും ഗ്രീനും ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് സിയാൻ എന്ന് പറഞ്ഞ കളർ. സിയാൻ. ഓക്കെ, റെഡും ബ്ലൂവും ഗ്രീനും ആണ് സിയാൻ എന്ന് പറഞ്ഞ കളർ ഉണ്ടാകുന്നത്. അപ്പൊ പ്രാഥമിക വർണ്ണങ്ങള് റെഡ്, ബ്ലൂ, ഗ്രീൻ ആണ്. ഇതിൽ റെഡും ഗ്രീനും ചേർന്നിട്ട് യെല്ലോ, റെഡും ബ്ലൂവും ചേർന്നിട്ട് മജന്ത, ദെൻ ബ്ലൂ ആൻഡ് ഗ്രീൻ ചേർന്നിട്ട് സയാൻ എന്ന് പറഞ്ഞ കളറാണ് ഉണ്ടാകുന്നത്. അപ്പൊ റെഡും ബ്ലൂവും ഗ്രീനും പ്രാഥമിക വർണ്ണങ്ങളും, യെല്ലോ അതുപോലെ തന്നെ സയാൻ, ദെൻ മജന്ത ദ്വിതീയ വർണ്ണങ്ങളുമാണ്. നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ ആ ദൃശ്യാനുഭവം നമ്മുടെ കണ്ണില് 1/16 സെക്കൻഡ് അല്ലെങ്കിൽ 0.0625 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ റെറ്റിനയിൽ ഉണ്ടാകുക ദൃശ്യാനുഭവം. ആ കഴിവിനെയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞത്. പേഴ്സൺസ് ഓഫ് വിഷൻ, വീക്ഷണ സ്ഥിരത. ഒരു വസ്തുവിന്റെ ദൃശ്യാനുഭവം 16.1 സെക്കൻഡ് സമയത്തേക്ക് അല്ലെങ്കിൽ 0.0625 സെക്കൻഡ് സമയത്തേക്ക് റെറ്റിനയിൽ നിർത്തുന്നതിനെയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് വിസരണം? പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന് ക്രമരഹിതമായിട്ടും ഭാഗികമായിട്ടും അതിന്റെ ഡയറക്ഷന് വ്യതിയാനം ഉണ്ടാകും, ദിശാ വ്യതിയാനം ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണ് വിസരണം. പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന് ക്രമരഹിതമായിട്ടും ഭാഗികമായിട്ടും ദിശാ വ്യതിയാനം ഉണ്ടാകുന്നതിന് പറഞ്ഞ പേരെന്താണ്? വിസരണം എന്നാണ് പറഞ്ഞത്. വിസരണം. വിസരണം വേവ് ലെങ്ത് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നറിയോ? വേവ് ലെങ്ത് കുറഞ്ഞ വിസരണം കൂടുതലായിരിക്കും. വേവ് ലെങ്ത് കുറഞ്ഞ കളറിനായിരിക്കും വിസരണം കൂടുതൽ വേവ് ലെങ്ത് കുറവാണ്, അതാണ് കൂടുതൽ ഇങ്ങനെ അതിന്റെ ദിശാവ്യതിയാനം സംഭവിക്കുക. ഇപ്പൊ വയലറ്റിനാണോ റെഡിനാണോ വിസരണം കൂടുതൽ പറ്റുന്നത്? വയലറ്റിനാണ് വേവ് ലെങ്ത് കുറവ്, അതിന് വിസരണം കൂടുതലായിരിക്കും. തിരിച്ച് വേവ് ലെങ്ത് കൂടിയ റെഡിന് വിസരണം കുറവായിരിക്കും. അപ്പോൾ പ്രകീർണനം എന്ന് പറഞ്ഞാൽ പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നതാണ്. മഴവിലുണ്ടാകാൻ കാരണം പ്രകീർണനാണ്. വിസരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശ ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭാഗികമായിട്ടോ ക്രമരഹിതമായിട്ടോ ദിശാവ്യതിയാനം സംഭവിക്കുന്നതാണ് വിസരണം എന്ന് പറഞ്ഞത്. ഈ പ്രകാശ കണങ്ങളുടെ സൈസ് അനുസരിച്ചിട്ടും ഈ നമ്മുടെ വിസരണത്തിന് വ്യത്യാസമുണ്ട്. അതായത് സൈസ് കൂടുന്തോറും വിസരണം കൂടുതലായിരിക്കും. സൈസ് കൂടുന്ന കണങ്ങൾക്ക് വിസരണം കൂടുതലായിരിക്കും. ഓക്കെ, വേവ് ലെങ്ത് ആയിട്ട് ഓപ്പോസിറ്റ് ആണ്. വേവ് ലെങ്ത് കൂടിയ വിസരണം കുറവാണ്, കുറഞ്ഞ വിസരണം കൂടുതലാണ്. സൈസ് കൂടിയ വിസരണവും കൂടും. ഇപ്പൊ കണങ്ങളുടെ സൈസ് വേവ് ലെങ്തിനേക്കാളും കൂടുതലാണെങ്കിൽ എല്ലാത്തിനും വിസരണം സെയിം ആയിരിക്കും. പ്രകാശ കണങ്ങളുടെ സൈസ് വേവ് ലെങ്തിനേക്കാൾ കൂടുതലാണെങ്കിൽ എല്ലാ കളറിനും വിസരണം സെയിം ആയിരിക്കും. ഓക്കെ, ഇനി പ്രകാശം ഒരു കൊളോയിഡൽ ദ്രവ അല്ലെങ്കിൽ ഒരു സസ്പെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ ചെറിയ ചെറിയ കണികകൾക്ക് അവര് പ്രകാശിതമായിട്ട് അവരുടെ ആ ദൃശ്യത്തിന്റെ പാത്ത്, ആ ഒരു പോകുന്ന പ്രകാശത്തിന്റെ പാത നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതിനെയാണ് ടിൻഡൽ പ്രഭാവം എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ടിൻഡൽ പ്രഭാവം എന്ന് ചോദിച്ചാൽ, ലൈറ്റ് ഒരു കൊളോഡിയൽ അല്ലെങ്കിൽ ഒരു സസ്പെൻഷനിലൂടെ കടന്നു പോകും, കൊളോഡിയൽ സൊല്യൂഷനിലൂടെ അല്ലെങ്കിൽ സസ്പെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ ചെറിയ ചെറിയ കണികകൾക്ക് അവര് പ്രകാശിതമായിട്ട് ആ പാത്ത് നല്ല ക്ലിയർ ആയിട്ട് വിസിബിൾ ആവുന്നതിന് പറഞ്ഞ പേരാണ് ടിൻഡൽ എഫക്ട് അഥവാ ടിൻഡൽ പ്രഭാവം. ഓക്കെ, ഇനി പ്രകാശ മലിനീകരണം തടയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സംഘടനയുടെ പേരാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ. പ്രകാശ മലിനീകരണം തടയാൻ വേണ്ടി ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ സംഘടന എല്ലാ ഏപ്രിൽ മാസത്തില് കറുത്ത വാവ് വരുന്ന ആ ആഴ്ചയെ ഇവര് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ടാണ് ഇവര് ആചരിക്കുന്നത്, അല്ലെങ്കിൽ അവര് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. എല്ലാ ഏപ്രിൽ മാസവും കറുത്ത വാവ് വരുന്ന ആഴ്ച ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട്. ഈ ഒരു ഐഡിയ ആരുടേതാണ്? ജെന്നിഫർ ബാർലോയുടെ ഐഡിയ ആണിത്. ജെന്നിഫർ ബാർലോ. ഓക്കെ, അപ്പൊ നമ്മൾ SCERT-യിലെ ഈ ഒരു ചാപ്റ്റർ, പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം, ഓരോ കളറിന്റെയും തരംഗ ദൈർഘ്യം കൂടുതൽ ഏതിനാ കുറഞ്ഞത് ഏതിനാ, മഴവില്ലിൽ ഔട്ടർ കളർ ഏതാ ഇന്നർ കളർ ഏതാ, അതുപോലെ റെഡിന്റെ ആ ഒരു ദൃഷ്ടിരേഖയുമായിട്ട് റെഡിന് ഉണ്ടാക്കുന്ന ആംഗിള് 42.7, പിന്നെ വയലറ്റിന് 40.8, ഫ്രീക്വൻസി കുറവ് വയലറ്റിന്, ഫ്രീക്വൻസി കൂടുതൽ വയലറ്റിന്, ഫ്രീക്വൻസി കുറവ് റെഡിന്, വേവ് ലെങ്ത് കുറവ് വയലറ്റിന്, വേവ് ലെങ്ത് കൂടിയത് റെഡിന്. വേവ് ലെങ്ത് കൂടിയത് റെഡ് ആയതുകൊണ്ട് വിസരണം അതിന് കുറവാണ്. തിരിച്ച് വയലറ്റിന് വേവ് ലെങ്ത് കുറവായിട്ട് വിസരണം കൂടുതലാണ്. പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ കണ്ണിന്റെ സമഞ്ജനക്ഷമത എന്ന് മനസ്സിലാക്കി, കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എന്താണെന്ന് മനസ്സിലാക്കി, ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ്, വെള്ളെടുത്ത്, നിയർ പോയിന്റ്, ഫാർ പോയിന്റ്, 25 സെന്റിമീറ്റർ,
പിന്നെ നമ്മുടെ കണ്ണിൽ ഉപയോഗിക്കുന്ന ലെൻസ്, ഓരോ ഷോർട്ട് സെറ്റ് ലോങ് സെറ്റ് വരുമ്പോൾ ഏത് ലെൻസ് യൂസ് ചെയ്യണം അതെല്ലാം അതിനകത്ത് ഡിസ്കസ് ചെയ്തു. പ്രാഥമിക വർണ്ണങ്ങൾ, ദ്വിതീയ വർണ്ണങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ pHന്റെ വാല്യൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇനി ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ വ്യക്തമായിട്ട് ഒന്ന് നിങ്ങൾ ഇത് നോട്ട്സ് എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ കൂടുതൽ നമുക്ക് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കണം. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഇതുപോലെ ഇനിയും ക്ലാസ് ഇടുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് വീണ്ടും ഇന്ന് ക്ലാസ് ഇടാനായിട്ട് ആക്ച്വലി തോന്നിയത്. ഒരാളാണെങ്കിലും ഒരാളത് ആവശ്യപ്പെടുമ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് തോന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് അത് കമൻസ് തരിക, നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, PSC എക്സാം ഗൈഡ് പുതിയ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ വെരി ഡീറ്റെയിൽഡ് ആയിട്ട്, ഏറ്റവും ബേസ് തൊട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കംപ്ലീറ്റ് PSCയുടെ സിലബസിൽ വന്നിട്ടുള്ള പാഠഭാഗങ്ങൾ ഒരു ചിട്ടയായിട്ട് പഠിച്ചു പോകുന്ന ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമായിട്ട് നമ്മൾ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ എത്ര വേഗം കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും